ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അന്നേരം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സോണിയുടെ ഒരു ഹോം തിയേറ്റർ ആയിട്ടാണ്. 5.1 സൗണ്ട് സിസ്റ്റം ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള. പിന്നെ ബാക്കിൽ പ്രോ എന്ന് പറയുന്ന സോണിയുടെ 55-ഇഞ്ച് ടിവിയിലാണ് നമ്മളിപ്പോ ബ്രാവിയ 3. അന്നേരം നമുക്ക് ഈ വീഡിയോയിലോട്ട് എന്തെന്നാലും ഡീറ്റെയിൽ ആയിട്ട് കയറാം. അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അന്നേരം ഇതാണ് നമ്മുടെ ടിവിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇത് ബ്രാവിയ, സോണിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ ബ്രാവിയ S3 എന്ന് പറയുന്നതാണ്. ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. 55 ഒരു ടിവിയാണ്. അന്നേരം സൗണ്ട് സിസ്റ്റം കൊടുത്തിരിക്കുന്നത് HT S20 ആണ്. S20R ആ ഒരു സ്പീക്കർ സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്പീക്കർ ബോക്സ്, സൗണ്ട് ബാർ, പിന്നെ സബ് വൂഫർ. അങ്ങനെ പിന്നെ നമുക്ക് ഇനി ഇതിനകത്തൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിലൂമിനിയസ് പ്രോ എന്ന് പറയുന്ന ഒരു കളറിന്റെ ഫോർമാറ്റ് ആണ്. അതായത് ക്യൂഎൽഇയുടെ കൂടെ അടുത്ത് വരുന്നൊരു ഫോർമാറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് പിന്നെ നമുക്ക് ഇതിന്റെ സൗണ്ട് സിസ്റ്റത്തിലോട്ട് നോക്കുവാണെങ്കിൽ അതിലോട്ട് പോകാം. അപ്പൊ നമ്മള് കേൾക്കുന്നത് ടിവിയുടെ വോയിസിലാണ് ഇപ്പൊ കേൾക്കുന്ന. അത്യാവശ്യം നല്ലൊരു വോയിസ് തന്നെ കിട്ടുന്നുണ്ട്. ടി വിയിൽ കൊടുത്തിരിക്കുന്ന ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് തന്നെയാണ്. ഡോൾബി വിഷനും ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അത്യാവശ്യം നല്ലൊരു സൗണ്ടിലാണ്. ടി വിക്ക് തന്നെ നല്ലൊരു വോയിസ് ഉണ്ട് ഗേസ്. അന്നേരം നമുക്കിനി സ്പീക്കറിലോട്ട് കണക്ട് ചെയ്ത് വെക്കാം. ഇതാണ് ഇപ്പം ടി വിയുടെ പകുതി വോയിസ് ഇടുമ്പോഴുള്ള സൗണ്ട്. ഇത് സബിൻ്റെ വോളിയം 7-ലോ 8-ലാണ് കിടക്കുന്നത്. 12 വരെയാണ് മാക്സിമം. ഗൈസ്, അപ്പം നമ്മുടെ ഇതാണ് ഈ സ്പീക്കർ സൗണ്ട് സിസ്റ്റത്തിൻ്റെ റിമോട്ട്. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഓൺ ഓഫും ബട്ടൺ, പിന്നെ ഇൻപുട്ട്. അതായത് നമുക്കിപ്പോൾ ടി വി അല്ല, വേറെ ഓക്സും ബ്ലൂടൂത്തിൻ്റെ തന്നെ അല്ലാതെ വേറെ കണക്ഷനൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ഇതിപ്പോൾ ബ്ലൂടൂത്ത് വഴിയാണ് ടി വിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ടി വിയിലോട്ടുള്ള നേരിട്ടുള്ള കണക്ഷന് നമുക്ക് കൊടുക്കാൻ വെക്കും. പിന്നെ നമുക്ക് ഓരോ മോഡ്സ് ഇതിൽ തന്നെ ഉണ്ട് ഗൈസ്. ഇതിൽ മെയിനായിട്ടുള്ള ഹിന്ദി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓരോ മോഡ്സ് ഗൈസ്. അപ്പോൾ ഇതിൽ ഓട്ടോ സൗണ്ട്, സ്റ്റാൻഡേർഡ്, സിനിമ, മ്യൂസിക്, വോയിസ്, നൈറ്റ് എന്ന് പറയുന്ന ഓരോ മോഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ കസ്റ്റമായിട്ട് ഇടാൻ പറ്റുന്നൊരു മോഡാണ് ഓട്ടോ സൗണ്ട്. നമുക്ക് തന്നെ ഇടാൻ പറ്റും. ഇതിൻ്റെ വോയിസ്, ഇതിൻ്റെ വോളിയം കൺട്രോളൊക്കെയാണ്. പിന്നെ ഇതിന് മാത്രം, സബിന് മാത്രമായിട്ടുള്ളതാണ്. പിന്നെ ഇല്ലറ എന്തൊക്കെ പരിപാടിയുണ്ട് എനിക്ക് ചെയ്യുന്നില്ല ഗൈസ്. ഇത് പെൻഡ്രൈവ് കണക്ട് ചെയ്യുമ്പം ചാനൽസ് മാറ്റാനായിട്ടുള്ളൊരു സംഭവമാണ് തോന്നുന്നു. അങ്ങനെ കുറച്ച് സംഭവം. പിന്നെ പെട്ടെന്ന് ആരെങ്കിലും വീട്ടിലോട്ട് വരികയാണെങ്കിൽ മ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നമ്മൾ ടി വിയുടെ റിമോട്ടിലോട്ട് നോക്കുമ്പോൾ ഗേസ് ഞങ്ങൾക്ക് ഇവിടെ പവർ ഓൺ പവർ ഓഫ് ബട്ടൺ കാണാം. ടി വി എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്. അതായത് ഇതിപ്പോൾ നോർമൽ നമുക്കിപ്പോൾ സാധാ ഡിഷ് ടി വിയിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള അത് തന്നെയാണ് ഇൻപുട്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പല മോഡലിലോട്ട് പോകും. ഈ HDMI-യും USB പോർട്ട് അതിൽ വരുന്ന എല്ലാം ഇതിലോട്ട് പോകും. പിന്നെ ഇപ്പോൾ ടി വിയിലുള്ള പെട്ടെന്ന് നമുക്ക് സെറ്റിങ്സിൽ എന്തെങ്കിലും കയറണമെങ്കിലുള്ള ഒരിതാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സെറ്റിങ്സിലോട്ട് പോകാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇതിൽ തന്നെ പിന്നെ നമുക്കിതിൽ വോയിസ് ഇക്വലൈസർ, പിന്നെ അൺഡു ബട്ടൺ, ഹോം ബട്ടൺ, പിന്നെ നാവിഗേഷൻ ബട്ടൺസും ഓക്കെ ബട്ടണും, പിന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റ് വരുന്നുണ്ട്, മ്യൂട്ട് ബട്ടൺ വരുന്നുണ്ട്, ചാനൽ പ്ലസ്
മൈനസും വരുന്നുണ്ട്. പിന്നെ സെറ്റിങ്സിലോട്ട് നേരെ കയറാനായിട്ടുള്ള ബട്ടൺ വരുന്നുണ്ട്. വീഡിയോ ഇപ്പം പോസാക്കി വെച്ചിരിക്കുന്നതിന് പ്ലേ ചെയ്യണമെങ്കിൽ അന്നേരം അങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന സബ് ടൈറ്റിലിൻ്റെ ആണെന്ന് തോന്നുന്നു. ആണോ? അല്ലല്ല, അത് വേറെ എന്തോ ആയിരുന്നു. പിടിച്ച് നിൽക്കുകയും ചെയ്തു പോയി. ഇപ്പോൾ വന്നു. പിന്നെ നമുക്ക് വരുന്നത് പിന്നെ ഇവിടെ അല്ലാതെ തന്നെ നമുക്ക് സോണി പിക്ചേഴ്സ് കോർ, നെറ്റ്ഫ്ലിക്സ്, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, പ്രൈം വീഡിയോസ്, യൂട്യൂബ്, സോണി ലൈവ്, ഇതിൻ്റെ മൂന്നിൻ്റെയും വേറെ ബട്ടൺസ് നമുക്ക് കിടപ്പുണ്ട്. ഇതിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് അതിൽ ചെന്ന് കയറാക്കും. അന്നേരം നമുക്കിനി ഇതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ നോക്കാം. ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ടി വി കൊടുത്തിരിക്കുന്ന ഗൂഗിൾ TV OS ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടുപിടിച്ചതിൽ ഏറ്റവും അഡ്വാൻസ്മെൻ്റ് ആയിട്ടുള്ള ഒരു OS ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ സ്റ്റേഷൻ, ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു പ്ലേ സ്റ്റേഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് റിമോട്ടിൽ തന്നെ പ്ലേ ചെയ്യാൻ പറ്റുന്ന മിനിമം ഗെയിംസൊക്കെ കാണുമല്ലോ. PS5-ലും PS4-ലും കളിക്കാൻ പറ്റുന്ന മിനിമം ഗെയിംസൊക്കെ ഇതിൽ ഇതാണ്ട്. പ്ലീസ് പ്ലേ യുവർ ഫേവറേറ്റ് ഗെയിംസ് ഓൺ PS5 ആൻഡ് PS4 റിമോട്ടിൽ കളിക്കാൻ പറ്റുന്ന ഗെയിം അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിൻ്റെ ഇതെല്ലാം അങ്ങനെയാണ്. ഇത് 120 HZ ആണ് ഗെയ്സ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 120 HZ. അന്നേരം ഞങ്ങൾ ഈ TV വാങ്ങിയത് നന്ദിലത്ത് ജിമാർട്ടാണ്. ഇപ്പോൾ ഓണത്തിൻ്റെ സെയിലൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല ഓഫറിന് TVയും ബാക്കിയുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസൊക്കെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ പോയി കഴിഞ്ഞാൽ ബെൻസ് ഓഫർ കിട്ടും ഗെയ്സ്. അന്നേരം ഇതിൻ്റെ കൂടെ ഞങ്ങൾക്കൊരു കൂപ്പണും കിട്ടിയിട്ടുണ്ട്. അതായത് സോണി ലൈവ്, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ അങ്ങനെ 2-3 OTT പ്ലാറ്റ്ഫോംസ് ഒറ്റയടിക്ക് ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യും. അങ്ങനെ കുറേ ഓഫറുണ്ട്. പിന്നെ ഈ സൗണ്ട് സിസ്റ്റവും അതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ TVക്ക് 71,000 പെർമനൻ്റ് റേറ്റ് അല്ല, ഇപ്പോൾ ഓഫർ പ്രൈസ് പറയുകയാണ് ഗെയ്സ്. ഞങ്ങൾക്ക് കിട്ടിയത് 71,000 ഞാൻ പെർമനൻറ്റ് റേറ്റ് ആയിട്ട് പറയുന്നില്ല. പലപ്പോഴും പല റേറ്റ് ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ആമസോണിൽ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30,000-നൊക്കെ കിടക്കുന്നതാണ്. അന്നേരം ആമസോണിൽ നിന്ന് വാങ്ങുന്നവർക്ക് അങ്ങനെ ആവാം. പിന്നെ നേരിട്ട് പോയി കണ്ട് വാങ്ങുന്നവർക്ക് അങ്ങനെ. പിന്നെ നമുക്ക് ഇതിന് ഗെയ്സ് അന്നേരം നമുക്ക് ഈ ഹോം തിയേറ്റർ HT S20R ഇല്ലേ, അത് ഞങ്ങൾക്ക് കിട്ടിയത് 15,000 റുപ്പീസിനാണ്. ഇത് 400 വാൾട്ടാണ് ഇതിൽ വരുന്നത്. സൗണ്ട് ബാർ 3 സെക്ഷനായിട്ടും പിന്നെ ആ ഒരു ബോക്സിൻ്റെ അകത്ത് ട്യൂട്ടറും സ്പീക്കറും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ തരുന്നുണ്ട്. നമുക്ക് തിയേറ്ററിൽ കാണുന്ന എക്സ്പീരിയൻസ് പകുതിയും കിട്ടുന്നുണ്ട് കേസ്. ആവശ്യത്തിലധികം സൗണ്ട് വെച്ചാൽ പോകുന്ന പാടുന്ന കേസാണ്. എന്നാൽ ഇത്രയും നല്ലൊരു സ്ക്രീനും സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തിയേറ്റർ ആംബിയൻസ് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഡോൾബി അറ്റ്മോസ് വരാനായിട്ട് സെറ്റിയുടെ ബാക്കിൽ ഞങ്ങൾ ഇത് വെക്കുന്നതായിരിക്കും. ഇത് പെട്ടെന്ന് ഞങ്ങൾ ഫിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അന്നേരം ബൈ.